കേന്ദ്രത്തിൽ ബി.ജെ.പിയും സംസ്ഥാന തലത്തിൽ CPM-ന്റെയും നേതൃത്വ സംഘാടന മികവ് കോൺഗ്രസിനില്ല എന്ന് പറയുകയാണ് ശശി തരൂർ. പി ആർ സുനിൽ നമുക്ക് പങ്കുചേരുന്നുണ്ട്. പി ആർ സുനിൽ, ഇതാണ് ആ വിവാദമായിട്ടുള്ള പോഡ്കാസ്റ്റിന്റെ ഒരു ഭാഗം. അതിന്റെ പൂർണ്ണരൂപം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബി.ജെ.പി തന്റെ ഓപ്ഷനല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും കോൺഗ്രസിന്റെ സംഘാടനത്തെക്കുറിച്ച്, നേതൃത്വത്തിന്റെ അഭാവത്തെക്കുറിച്ചൊക്കെ തുറന്നടിക്കുന്നുണ്ടല്ലേ ശശി തരൂർ? തീർച്ചയായും അരുൺ, ശക്തമായ വിമർശനം തന്നെയാണ് ശശി തരൂർ ഉന്നയിക്കുന്നത്. ഏതായാലും ബി.ജെ.പിയിലേക്ക് പോകില്ല, അങ്ങനെയൊരു തീരുമാനം താൻ എടുക്കില്ല എന്ന് തന്നെയാണ് ശശി തരൂർ വിശദീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും കോൺഗ്രസിൽ തന്നെ തുടരണമെന്നില്ല, കോൺഗ്രസിൽ ഈ രീതിയിൽ തുടരണമെന്നില്ല എന്ന് തരൂർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി എന്നതൊരു വാഹനമാണ്, അതിൽ നിന്ന് ഇറങ്ങി നിൽക്കാനും തനിക്ക് വിരോധമില്ല എന്ന് ശശി തരൂർ പറയുകയാണ്. ഏതായാലും തൻ്റെ അഭിപ്രായങ്ങൾ രാജ്യത്തിന് വേണ്ടിയാണ്, പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് ശശി തരൂർ വ്യക്തമാക്കുന്നു. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അവകാശമാണ് ജനങ്ങൾ തനിക്ക് നൽകിയിരിക്കുന്നത് എന്നുകൂടി ശശി തരൂർ പറയുകയാണ്. താൻ അഭിപ്രായം പറയുമ്പോൾ മാത്രമാണ് വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് എന്ന പരാതി കൂടി ശശി തരൂർ ഉന്നയിക്കുന്നുണ്ട്. കേരള സർക്കാരിനെ പ്രശംസിച്ച് പ്രതിപക്ഷ നേതാവും കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അത് വലിയ വിഷയമായില്ല. അതേസമയം താൻ സംസാരിക്കുമ്പോൾ അത് വലിയ വിഷയമായി മാറുന്നു. അതേസമയം നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും പലതവണ താൻ വിമർശിച്ചിട്ടുണ്ട്, അതാരും കാണുന്നുമില്ല എന്ന പരാതി കൂടി ശശി തരൂർ ഉന്നയിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മോഹൻ ഭാഗവത്തുമായി ബന്ധപ്പെട്ടാണ്. മോഹൻ ഭാഗവത്തുമായി സംസാരിച്ചിരുന്നു. മോഹൻ ഭാഗവത്തിന്റെ ചില നിലപാടുകളിൽ താൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അത് അംഗീകരിച്ച് മോഹൻ ഭാഗവത്ത് ചില പ്രസ്താവനകൾ നടത്തിയതായി കണ്ടു എന്ന് ശശി തരൂർ പറയുന്നുണ്ട്. ആ നിലപാട് മോഹൻ ഭാഗവത്ത് സ്വീകരിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുകൂടി ശശി തരൂർ പറയുന്നു. ഏതായാലും പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരുക എന്നത് തൻ്റെ നയമേ അല്ല, തൻ്റെ നിലപാടേ അല്ല. ഇപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ മാറി നിൽക്കുന്നതിൽ തനിക്ക് വിരോധമില്ല. അപ്പോഴും മറ്റൊരു പാർട്ടിയിൽ ചേരുക എന്നത് ശശി തരൂർ തള്ളിക്കളയുകയാണ്. ഓക്കെ, താങ്ക് യു പി എസ് സുനിൽ. നമുക്കൊപ്പം ചേരുന്നു. മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകും എന്നുള്ളൊരു ഓപ്ഷൻ ശശി തരൂർ പൂർണ്ണമായും തള്ളിയിരുന്നു. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടക്കുന്നതിന് മുൻപാണ് ശശി തരൂർ ഈ പോഡ്കാസ്റ്റിന് അഭിമുഖം അനുവദിച്ചത്.